ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് എടുക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഞാൻ കഴിഞ്ഞ കൊല്ലം നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. എന്നെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എൻ്റെ പേര് എന്നാലും ഞാൻ പറയാം. എൻ്റെ പേര് സീമ. നിങ്ങൾക്ക് നിങ്ങളുടെ മലയാളം ടീച്ചറാണ്. അപ്പോൾ നമ്മൾക്ക് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രാർത്ഥന എന്നുള്ള പാഠം ഇനി നമുക്കില്ല. ബുക്ക് മാറിയ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമുക്കിനി പഠിക്കാനുള്ളത് പുതിയ പാഠം ഏതാണെന്ന് വിചാരിച്ചാൽ എൻ്റെ ഭാഷ എന്ന് പറഞ്ഞ ഒരു കവിതയാണ്. അത് എഴുതിയിട്ടുള്ളത് വള്ളത്തോൾ നാരായണ മേനോനാണ്. വള്ളത്തോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം കുറച്ച് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ. മലയാള കവിതയ്ക്ക് ഒരു ആധുനിക ദശയ്ക്ക് തുടക്കമിട്ടത് അടിസ്ഥാനമിട്ടത് വള്ളത്തോളാണ്. 1878 ഒക്ടോബർ 16 അദ്ദേഹം ജനിച്ചത്. പിന്നെ ആധുനിക കവിത്രയത്തിൽപ്പെട്ട ഒരു കവി കൂടിയാണത്. ആരൊക്കെ ആധുനിക കവിത്രയത്തിലെ ആശാൻ, ബാക്കി രണ്ടുപേരും കൂടി ഉണ്ടല്ലോ. ത്രയം എന്ന് പറഞ്ഞാൽ 3 എന്നല്ലേ. അപ്പോൾ ആധുനിക കവിത്രയത്തിൽ പെട്ട ഒരാളാണ് വള്ളത്തോൾ. ബാക്കി 2 പേരാരൊക്കെയാണ്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ അല്ലേ. അപ്പം ആധുനിക കവിത്രയത്തിൽപ്പെട്ട വള്ളത്തോൾ നാരായണ മേനോൻ്റെ സാഹിത്യമഞ്ജരിയിലെ എൻ്റെ ഭാഷ എന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താ പാഠത്തിൻ്റെ പേര്? പാടല്ല, ഒരു കവിതയാണ് കേട്ടോ. എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ നമ്മുടെ ഭാഷയാണ് അല്ലേ. എൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഭാഷ മലയാളമാണ്, നിങ്ങളുടെ ഭാഷയും മലയാളം അല്ലേ. അപ്പം എൻ്റെ ഭാഷ, അപ്പം മലയാള ഭാഷയുടെ ആ ശ്രേഷ്ഠതയെക്കുറിച്ചിട്ടൊക്കെയാണ്. ശ്രേഷ്ഠ ഭാഷയാണ് മലയാളം, അതിനെക്കുറിച്ചിട്ടാണ് ഈ കവിതയിൽ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് വിചാരിച്ചാൽ ബധിരവിലാപം, മഗ്ദലന മറിയം, എൻ്റെ ഗുരുനാഥൻ, ചിത്രയോഗം, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, അങ്ങനെ കുറേ എന്താ പറയുക നല്ല നല്ല കവിതകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഒരു കൊച്ചു കുഞ്ഞ് കേട്ടോ, ജനിച്ച് കുറച്ചായി ആ കുട്ടി സംസാരിച്ച് തുടങ്ങുകയാണ്. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം എന്ന് പറഞ്ഞെന്താ, ഒരു കുഞ്ഞ് ജനിച്ച് കുറച്ച് വയസ്സായി, ഒരു 1-1.5 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ചില കുട്ടികൾക്ക് വേഗം സംസാരിക്കുന്നവരുണ്ടായിരിക്കും. നമ്മൾ പറയും എന്താ പറയുക, പല്ലും ചൊല്ലും മെല്ലെ വരണം എന്ന് അല്ലേ. വേഗം വർത്താനം പറയുന്നത് അത്ര നല്ലതല്ല, പല്ലും വേഗം വരുന്നത് നല്ലതല്ല എന്നാണ് പണ്ടുള്ളവർ പറയാം. അപ്പോൾ ഈ കുട്ടി കുറച്ച് സംസാരിക്കേണ്ട പ്രായമാവുമ്പോൾ ആ കുട്ടിയുടെ വായിൽ നിന്ന് പിഞ്ചിളം എന്ന് പറഞ്ഞാൽ എന്താ, മൃദുവായിട്ടുള്ള ആ ചുണ്ടിൽ നിന്ന് ആദ്യമായി വരുന്ന ആ വാക്ക് ഏതാണ്? എന്താ കുട്ടി ആദ്യമായിട്ട് പറയാ? അമ്മേ, അമ്മ, 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 അങ്ങനെയാണ് ആദ്യം സംസാരിക്കുക കുഞ്ഞുമക്കൾ അല്ലേ. അപ്പോൾ അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് വളരെയധികം സന്തോഷം തോന്നും. ആദ്യം തന്നെ കുട്ടി മാം, തായ്, മദർ എന്നൊക്കെ ഇംഗ്ലീഷിലാണോ സംസാരിക്കുക? അല്ല, അമ്മയുടെ ഭാഷ ഏതാ അതാണ് ആ കുട്ടി സംസാരിക്കുക. അതാണ് ആ കുഞ്ഞിൻ്റെ മാതൃഭാഷ അല്ലേ. അപ്പോൾ ഒരു മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം. ഒരു കുഞ്ഞുകുട്ടിയുടെ ആ ചുണ്ടിൽ ആദ്യം തത്തിക്കളിക്കുന്നത് എന്താണ്? അവൻ്റെ മാതൃഭാഷയാണ് അല്ലേ. വേറെ ഏതു ഭാഷയല്ല, മാതൃഭാഷയാണ് അവൻ ആദ്യമായിട്ട് സംസാരിക്കുക. അത് ആദ്യം സംസാരിക്കുന്ന വാക്ക് ഏതാണ്? അമ്മ എന്നുള്ള വാക്കാണ് അവൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. നോക്കൂ, പദ്യത്തിൻ്റെ കുറച്ച് വരി ഞാൻ ചൊല്ലാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. പാഠം 1 എൻ്റെ ഭാഷ. ആരെഴുതിയിട്ടുള്ളത്? വള്ളത്തോൾ നാരായണ മേനോൻ. സാഹിത്യമഞ്ജരിയിൽ നിന്നാണ് ഈ കവിത. സാഹിത്യമഞ്ജരിയിലെ എൻ്റെ ഭാഷ എന്ന കവിതയാണിത് നമുക്ക് പഠിക്കാനുള്ളത്. ആകെ 18 വരിയാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. മൊത്തം ആകെയുള്ളത് ഇപ്പം നോക്കിക്കോളൂ. മിണ്ടിത്തൂടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള 2 അക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. കണ്ടോ, മിണ്ടിത്തുടങ്ങാൻ സംസാരിച്ചു തുടങ്ങാൻ ശ്രമിക്കുന്നേ ഉള്ളൂ ഒരു കുഞ്ഞ്. ആ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ, പിഞ്ചിളം എന്ന് പറഞ്ഞാൽ വളരെ മൃദുവായിട്ടുള്ള ചുണ്ടായിരിക്കും കുഞ്ഞുകുട്ടികളുടെ അല്ലേ. ആ പിഞ്ചിളം മൃദുവായിട്ടുള്ള ആ ചുണ്ടിന്മേൽ എന്തുണ്ടാവും? എപ്പോഴും അമ്മിഞ്ഞ പാലുണ്ടാവും. അമ്മിഞ്ഞ പാല് കുടിച്ച് വളരുന്ന പ്രായമല്ലേ. ആ അമ്മിഞ്ഞ പാലോടൊപ്പം തന്നെ വേറെ ഒന്നും കൂടി ഉണ്ടായിരിക്കും. എന്താണ്?
അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. പിന്നെ എന്താ ഉണ്ടാവുക? അമ്മ എന്നുള്ള രണ്ടക്ഷരവും അമ്മിഞ്ഞപ്പാൽ കുടിച്ച് കുഞ്ഞ് വലുതാവും അല്ലേ? അതുപോലെ തന്നെ അവർ മാതൃഭാഷ ആദ്യമായിട്ട് അമ്മ എന്നുള്ള വളരെ എന്താ പറയുക മഹത്തരമായ ആ വാക്ക് ആദ്യമായി ഉച്ചരിച്ചിട്ടാണ് ആ കുഞ്ഞ് വളരുന്നത്. ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. പറഞ്ഞെന്താ? നമ്മൾ നോക്കൂ, അമ്മ എന്നുള്ള വാക്കും അമ്മിഞ്ഞപ്പാലുമാണ് കുട്ടി ഏറ്റവും അധികം ആ രണ്ടക്ഷരമാണ് ആ കുട്ടിക്ക് ആദ്യമായിട്ട് ആ കുട്ടി ഉച്ചരിക്കുന്നത്. അപ്പോൾ അത് ഏതുപോലെയാണ്? മാതൃഭാഷയും നമ്മുടെ അമ്മയും രണ്ടും നമ്മുടെ പെറ്റമ്മയാണ് നമ്മുടെ മാതൃഭാഷ. നമ്മുടെ അമ്മയെ പോലെ തന്നെ നമ്മൾ മാതൃഭാഷയെ നമ്മൾ സ്നേഹിക്കണം, വേണ്ടേ? വേറെ കുറേ ഭാഷകളൊക്കെ ഉണ്ടായിരിക്കും ലോകത്തുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും ഒക്കെ. പക്ഷെ എങ്കിലും നമ്മുടെ മാതൃഭാഷ, അതായത് മലയാളം എന്നുള്ള ആ മാതൃഭാഷയാണ് നമ്മുടെ പെറ്റമ്മ. മറ്റുള്ള ഭാഷകളൊക്കെ ആരാണ്? വളർത്തമ്മമാരാണ്, ശരിക്കുള്ള അമ്മമാരല്ല. പെറ്റമ്മയ്ക്കാണ് നമ്മളോട് എന്തുണ്ടായിരിക്കുള്ളൂ? കൂടുതൽ സ്നേഹം ഉണ്ടാവുള്ളൂ. അവർ സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്ത് ആരും നമ്മളെ സ്നേഹിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഏതാ? നമ്മുടെ ഭാഷേനെ ആയിരിക്കണം. നമ്മൾ സ്വപ്നം കാണില്ലേ രാത്രിയൊക്കെ കിടന്നുറങ്ങുമ്പോൾ? നമ്മൾ സ്വപ്നം കാണുമ്പോൾ ഏത് ഭാഷയിലാണ് സ്വപ്നം കാണുക? മലയാള ഭാഷയിലല്ലേ സ്വപ്നം കാണുക? അല്ലാതെ ഹിന്ദിയിലോ ഇംഗ്ലീഷിലൊക്കെയാണോ നമ്മൾ സ്വപ്നം കാണുക? അല്ല, നമ്മൾ ആദ്യമായി പഠിച്ച് വളർന്ന നമ്മുടെ അമ്മയിൽ നിന്ന് നമ്മൾ പഠിച്ച നമ്മുടെ മാതൃഭാഷയിലാണ് നമ്മൾ സ്വപ്നം കാണുക. അപ്പോൾ അതിന്ന് എന്താ മനസ്സിലാക്കാനുള്ളത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്നത് നമ്മുടെ അമ്മേനെ ബഹുമാനിക്കും. അതേപോലെ തന്നെ അതേ പ്രാധാന്യം നമ്മൾ മാതൃഭാഷയ്ക്ക് നമ്മൾ കൊടുക്കണം. ഈ പാഠം ഞാൻ പറയില്ലേ, ഭാഷയെക്കുറിച്ചിട്ടുള്ളൊരു പാഠമാണ് എൻ്റെ ഭാഷ, അതായത് നമ്മുടെ ഭാഷ മലയാള ഭാഷ. ആ മലയാള ഭാഷയുടെ മഹത്വത്തെക്കുറിച്ചിട്ടാണ് ഈ കവിതയിൽ അദ്ദേഹം വർണ്ണിച്ചിട്ടുള്ളത്. അപ്പോൾ തുടക്കം ഇത്രയും ഞാൻ എടുക്കണുള്ളൂ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നോട്ട്സൊക്കെ എഴുതിയെടുക്കണം, ടെസ്റ്റ് പേപ്പർ എഴുതണം. നന്ദി, നമസ്കാരം.